Hello and welcome back to another video on daily use ചെറിയ sentences. ഈ സെന്റൻസുകളെല്ലാം തന്നെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ അത് തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും. മനസ്സിലാക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാൻ മുഴുവൻ ദിവസവും ഫ്രീ ആണ്, ഏത് സമയത്തും വന്നോളൂ. ഞാൻ മുഴുവൻ ദിവസവും ഫ്രീ ആണ്, ഏത് സമയത്തും വന്നോളൂ. ഐ എം ഫ്രീ ഓൾ ഡേ, കം എനി ടൈം. ഐ എം ഫ്രീ ഓൾ ഡേ. ഓൾ ഡേ പറഞ്ഞാൽ മുഴുവൻ ദിവസവും. സോ കം എനി ടൈം, എപ്പോൾ വേണമെങ്കിലും വന്നോളൂ. നമ്മള് കം എനി ടൈം എന്നതിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണമെങ്കിൽ ഐ എം ഫ്രീ ഓൾ ഡേ, യു ക്യാൻ കം എനി ടൈം. ഓക്കെ, അപ്പൊ ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ യു ക്യാൻ കം എനി ടൈം എന്ന് പറയണോ അല്ലെങ്കിൽ വളരെ കാഷ്വൽ ആയിട്ട് കം എനി ടൈം അങ്ങനെ പറയണോ എന്ന് തീരുമാനിക്കാൻ. നീ അത് എങ്ങനെയെങ്കിലും തരണം അല്ലെങ്കിൽ മറികടക്കണം. നീ അത് എങ്ങനെയെങ്കിലും തരണം ചെയ്യണം അല്ലെങ്കിൽ മറികടക്കണം. യു ഹാവ് ടു ഗെറ്റ് ഓവർ ഇറ്റ് somehow. You have to get over it somehow. Get over it എന്ന് പറഞ്ഞാൽ ഒരു സംഭവത്തെ തരണം ചെയ്യുക അല്ലെങ്കിൽ മറികടക്കുക. അതിനെയാണ് നമ്മൾ ഗെറ്റ് ഓവർ ഇറ്റ്. ഇപ്പോ ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഒരു റിലേറ്റീവ് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അവർ ചിലപ്പോ കുറെ ദിവസങ്ങളോളം ദുഃഖത്തിലായിരിക്കും. അപ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ സെന്റൻസ് പറയുക. അതായത് ഗെറ്റ് ഓവർ ഇറ്റ്, എങ്ങനെയെങ്കിലും ഗെറ്റ് ഓവർ ഇറ്റ്. ഗെറ്റ് ഓവർ ഇറ്റ് സംഹൗ. സംഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും. അപ്പൊ അതിനെ നീ മറികടക്കൂ എങ്ങനെയെങ്കിലും എന്നാണ് പറയുന്നത്. ഇതാരാണ് ഹു ഇസ് ദിസ്, ഹു ഇസ് ദിസ്. ഇവിടെ നമ്മൾ ഈ ഹു ഇസ് ദിസ് എന്നത് പറയുന്ന രീതി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ടോൺ ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ദേഷ്യത്തിലാണോ പറയുന്നത് അല്ലെങ്കിൽ സൗമ്യമായിട്ടാണോ പറയുന്നത് എന്ന് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മള് ഒരു മാരേജ് ആൽബം ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു ഫോട്ടോയില് ഒരാള് ആരാണെന്ന് നമുക്ക് തിരിച്ചറിയുന്നില്ല. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് ഹു ഇസ് ദിസ്. അപ്പൊ അവിടെ നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടും സോഫ്റ്റും ആയിട്ടാണ് ചോദിക്കുന്നത് ഇതാരാണ്, ഹു ഇസ് ദിസ്. നേരെ മറിച്ച് ഇപ്പൊ ഞാനും ഫ്രണ്ടും കൂടെ വളരെ പേഴ്സണൽ ആയിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ആള് ഇടയ്ക്ക് കയറി സംസാരിക്കാൻ വരുന്നു. അപ്പൊ നമുക്ക് അല്ലെങ്കിൽ എനിക്ക് ഇറിറ്റേഷൻ ആകുന്നു. അപ്പൊ ഞാൻ ഈ ഫ്രണ്ടിന്റെ അടുത്ത് ചോദിക്കുകയാണ് ഹു ഇസ് ദിസ്, ഹു ഇസ് ദിസ്. അപ്പൊ അവിടെ എന്റെ ടോൺ മാറി, എന്റെ ഭാവം മാറി. ഓക്കെ, അപ്പോ വാക്ക് സെയിം ആണ് അല്ലെങ്കിൽ സെന്റൻസസ് ഹു ഇസ് ദിസ് അല്ലെങ്കിൽ ഹൂസ് ദിസ്, അത് ചോദിക്കുന്ന വിധത്തിലാണ് അതിന്റെ മീനിങ് അടങ്ങിയിരിക്കുന്നത്. സോ ഇംഗ്ലീഷിൽ ഇത് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ആ വാക്കുകൾ പല രീതിയിലും അതിന്റെ എഫക്ട് മാറാം അക്കോർഡിംഗ് ടു ദ വേ യു സ്പീക്ക്. ഫോണിൽ നമ്മളെ വിളിക്കുന്നത് ആരാണെന്ന് അറിയുവാനായിട്ടും നമ്മൾ ഇത് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ നമ്മളെ വിളിക്കുന്നു, നമുക്ക് ആരാ ഈ വിളിക്കുന്നതെന്ന് പേര് അയാൾ പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ചോദിക്കാം ഹു ഇസ് ദിസ്, ഹു ഇസ് ദിസ്. അവിടെയും നമ്മുടെ ടോൺ നമ്മളാണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, കുറച്ചും കൂടെ വളരെ പൊലൈറ്റ് ആയിട്ട് ചോദിക്കണമെങ്കിൽ മേ ഐ നോ ഹു ഇസ് ദിസ്, മേ ഐ നോ ഹു ഇസ് ദിസ്. ഓക്കെ, ഇതുപോലെ തന്നെ ആരാണ് എന്ന് ചോദിക്കാൻ ഇംഗ്ലീഷിൽ വേറൊരു ഫ്രേസ് ആണ് ഹു ഇസ് ഇറ്റ്, ഹു ഈസ് ഇറ്റ്. ഇത് ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻ കുറച്ച് ഡിഫറെന്റ് ആണ്. ഓക്കെ, പൊതുവെ നമ്മൾ ഹു ഇസ് ഇറ്റ് എന്ന് ചോദിക്കുന്നത് ഇപ്പൊ നമ്മള് എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്, കോളിംഗ് ബെൽ അടിക്കും. അപ്പൊ നമ്മൾ ഹു ഇസ് ദിസ് എന്നല്ല ചോദിക്കുന്നത്, ഹു ഇസ് ഇറ്റ്, ആരാണ്, ഹു ഇസ് ഇറ്റ്. നമ്മൾ ഹു ഇസ് ഇറ്റ് ആണ് ചോദിക്കുന്നത്, ഹു ഇസ് ദിസ് അല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫോണിൽ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഹു ഇസ് ദിസ് എന്നാണ് ചോദിക്കുക. ഡോറിൽ ആരെങ്കിലും മുട്ടുകയോ അല്ലെങ്കിൽ കോളിംഗ് ബെൽ അടിക്കുകയോ എന്ന് ചോദിക്കുമ്പോൾ പൊതുവെ നമ്മൾ ചോദിക്കേണ്ടത് ഹു ഇസ് ഇറ്റ്. ഇതൊരു റൂൾ അല്ല, പക്ഷെ ദിസ് ഇസ് ദി നോർമൽ യൂസേജ്. ഓക്കെ, ഇതാരാണെന്ന് നിനക്ക് അറിയാമോ, ഇതാരാണെന്ന് നിനക്കറിയാമോ. ഡു യു നോ ഹു ദിസ് ഈസ്, ഡു യു നോ ഹു ദിസ് ഈസ്. ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരാം. കാരണം നേരത്തെ നമ്മൾ ഇതാരാണ് എന്ന് ചോദിക്കുവാൻ ഹു ഇസ് ദിസ് എന്ന് പറഞ്ഞു. ഇവിടെ നമ്മള് ഡു യു നോ ഹു ദിസ് ഈസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഹു ഇസ് ദിസിനെ തിരിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് ഹു ദിസ് ഈസ്. ഇതിന്റെ ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ ഹു ഇസ് ദിസ് എന്ന് ചോദിക്കുന്നത് ഒരു എന്താ പറയാ ഫോർമൽ സിറ്റുവേഷനിൽ കുറച്ച് റൂഡായിട്ടാണ്, അതായത് ഒരു മര്യാദകേടായിട്ടാണ് ആ ഹു ഇസ് ദിസ് എന്ന് ചോദിക്കുമ്പോൾ അത് കേൾക്കുന്ന ആൾക്ക് തോന്നുന്നത്. അതിനെ കുറച്ച് മയപ്പെടുത്തുവാനായിട്ടാണ് നമ്മൾ ഹു ദിസ് ഈസ് എന്ന് ചോദിക്കുന്നത്. ഡു യു നോ ഹു ദിസ് ഈസ്. അതുപോലെ ഇതാരാണെന്ന് നിനക്ക് ഊഹിക്കാമോ, ഇതാരാണെന്ന് നിനക്ക് ഊഹിക്കാമോ. നേരത്തെ നമ്മൾ ചോദിച്ചത് നിനക്ക് അറിയാമോ എന്നാണ് ചോദിച്ചത്. ഇവിടെ നിനക്ക് ഊഹിക്കാമോ. ക്യാൻ യു ഗെസ് ഹു ദിസ് ഈസ്.
Can you guess who this is? Guess ചെയ്യുക എന്ന് പറഞ്ഞാൽ ഊഹിക്കുക. So can you guess? നിനക്ക് ഊഹിക്കാമോ who this is? ഇതാരാണ്? ഇത് ചെയ്യാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല. ഇത് ചെയ്യാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല. This is not at all difficult to do. This is not at all difficult to do. Not at all difficult പറഞ്ഞാൽ ഒട്ടും ബുദ്ധിമുട്ട് ഇല്ല. ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്. അപ്പൊ not at all difficult, ഒരു ബുദ്ധിമുട്ടുമില്ല. To do ഇത് ചെയ്യുവാൻ. This is not at all difficult to do. ഇത് 5 മിനിറ്റ് എടുക്കത്തുള്ളൂ. ഇത് 5 മിനിറ്റ് എടുക്കത്തുള്ളൂ. This will only take 5 minutes. This will only take 5 minutes. അപ്പോ ഇത് 5 മിനിറ്റ് എടുക്കുള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ പലപ്പോഴും ഒരു പ്രൊനൗൺസിയേഷൻ തെറ്റ് ചെയ്യാറുണ്ട്. അതായത് 5 എന്നല്ല പറയുന്നത്, 5. ഓക്കെ, ദിസ് വിൽ ഓൺലി ടേക്ക് 5 മിനിറ്റ്സ്. ഇത് കഷ്ടിച്ച് 5 മിനിറ്റ് എടുക്കുള്ളൂ. ഇത് കഷ്ടിച്ച് അല്ലെങ്കിൽ ഇത് കഷ്ടി 5 മിനിറ്റ് എടുക്കുള്ളൂ. This will hardly take 5 minutes. This will hardly take 5 minutes. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഹാർഡ് എന്ന വാക്കിന്റെ അർത്ഥം ഉറപ്പുള്ള, ദൃഢമായ, കട്ടിയുള്ള എന്നൊക്കെയാണ്. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മൾ ഹാർഡ്ലി എന്ന് പറയുന്നത് കഷ്ടി എന്ന ഒരു മീനിങ്ങോട് കൂടിയാണ്. ഓക്കെ, ഇത് 5 മിനിറ്റ് പോലും എടുക്കത്തില്ല. ഇത് 5 മിനിറ്റ് പോലും എടുക്കില്ല. This will not even take 5 minutes. This will not even take 5 minutes. This will take 5 minutes എന്ന് പറഞ്ഞാൽ ഇത് 5 മിനിറ്റ് എടുക്കും. Not even take 5 minutes എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് പോലും എടുക്കില്ല. കൈ കഴുകേണ്ടത് എവിടെയാണ്? കൈ കഴുകേണ്ടത് എവിടെയാണ്? Where do I wash my hands? Where do I wash my hands? അപ്പോ എന്റെ കൈ കഴുകേണ്ടത് എവിടെയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ where can I wash my hands അങ്ങനെയും ചോദിക്കാം. അപ്പോ where do I wash my hands അല്ലെങ്കിൽ where can I wash my hands. അപ്പോ ഇന്നത്തെ ലെസൺ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള സെന്റൻസസ് നിങ്ങൾ മനസ്സിലാക്കി അത് പലതവണ കേട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.